ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഡ്രാക്കുള. അപ്പോൾ ഗൈസ്, നമ്മൾ ഇന്ന് മൈൻക്രാഫ്റ്റ് ഹാർഡ് കോർ എപ്പിസോഡ് 5 ആയിട്ടാണ് വന്നിരിക്കുന്നത്. നമ്മുടെ കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ ഹാർഡ് കോർ മൈൻക്രാഫ്റ്റിൽ കുറച്ച് വില്ലേജസിന് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ആ വില്ലേജസിന് നമുക്ക് ഇനി ഒരു വില്ലേജ് ബ്രീഡർ ആക്കണം. പറ്റുവാണെങ്കിൽ ഇന്നലെ നമുക്ക് കുറച്ച് ഡയമണ്ട് കണ്ടുപിടിച്ച് ഡയമണ്ട് പിക്കാക്സ് ആക്കണം. അതൊക്കെയാണ് അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഗോൾസ്. അപ്പോൾ എത്രത്തോളം നമുക്ക് ചെയ്യാൻ പറ്റുമെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ നമ്മുടെ വില്ലേജസ് ഇത് അവിടെ ഇരിക്കുന്നുണ്ട്. നമ്മൾ 2 ഗ്രൂപ്പിനെ കൊണ്ടുവന്നായിരുന്നു. ഒരു ബേബി വില്ലേജസ് ഉണ്ടായിരുന്നു. ആ ബേബി വില്ലേജറിനെ കാണാനില്ല. അതായത് നമ്മുടെ ക്രോപ്സ് കാര്യങ്ങളൊക്കെ ഇവിടെ വളരുന്നില്ലല്ലോ. നമുക്ക് കുറച്ച് പൊട്ടാറ്റോ കിട്ടിയിരുന്നു. കുറച്ചല്ല, നല്ല അധികം പൊട്ടാറ്റോ ഉണ്ടായിരുന്നു. അത് നമുക്ക് ഇവിടെ നടാം. പിന്നെ ഇതെപ്പോഴും നമ്മുടെ ഇതുണ്ടല്ലോ, എപ്പോഴും ഇത് എന്താ ടിൽറ്റ് മാറും, എന്താ അറിയില്ല. എൻ്റെ സംശയം എന്താ വെച്ച് കഴിഞ്ഞാൽ വാട്ടർ ഉണ്ടല്ലോ ഇങ്ങോട്ട് എത്തുന്നില്ല എന്നാണ്. അപ്പോൾ അങ്ങോട്ട് വാട്ടർ എത്തുന്നെങ്കിൽ നമുക്ക് വേറെ എന്തെങ്കിലുമൊക്കെ ചെയ്യേണ്ടി വരും. ഒരു ബക്കറ്റ് വെള്ളം നമുക്ക് എടുത്തിട്ട് ഇവിടെ വെച്ചേക്കാം. ഓക്കെ, എന്നിട്ട് അതിൻ്റെ മുകളിൽ ഒരു സ്ലാബ് വെക്കേണ്ടിയിരുന്നു. നമുക്കൊരു സ്ലാബ് ഉണ്ടായിക്കൊണ്ടായിരുന്നു. ഇക്കാലത്ത് നമുക്ക് ഈ പൊട്ടാറ്റോസ് ഒക്കെ നമുക്കൊന്ന് ഹാർവെസ്റ്റ് ചെയ്ത് വെക്കാം ഇവിടെ. ഞാനത് ഫുള്ളൊന്ന് ഹാർവെസ്റ്റ് ചെയ്തിട്ട് ഞാൻ നിങ്ങളൊന്ന് കാണിക്കാം. ഓക്കെ ഗൈസ്, നമ്മുടെ പൊട്ടാറ്റോ ഫുള്ള് നമ്മളിവിടെ നട്ടിട്ടുണ്ട്. ഇത് വളരാൻ വേണ്ടി കാത്തിക്കാം. അതിൻ്റെ പുറമെ തന്നെ നമുക്ക് ഇവിടെ ഒരു സ്ലാബ് വെക്കണം. കാരണം നമ്മുടെ ഫുഡ് ഭയങ്കര കുറവായിട്ട് വരുന്നുണ്ട്. എന്താ കഴിക്കാന്ന് സംശയത്തിലാണ് ഞാൻ. അതുകൊണ്ട് തന്നെ നമുക്ക് ഒരു ഫുഡ് ഫാം പെട്ടെന്ന് സെറ്റ് ചെയ്യണം. ഈ പൊട്ടാറ്റോൻ്റെ മതി, അത് കുക്കാക്കിയിട്ട് നമുക്ക് കുറച്ച് ഉണ്ടാക്കാവുന്നുള്ളൂ. അതുകൊണ്ട് വലിയ കുഴപ്പമുണ്ടാവില്ലായിരിക്കും. ഓക്കെ, നമ്മുടെ കയ്യിലാണെങ്കിൽ ഇൻവെന്ററി ഉണ്ടല്ലോ, സ്ലോട്ട് ഭയങ്കര കുറവാണ്. കുഴപ്പമില്ല. അവിടെ നമ്മളങ്ങനെ ഒരു സ്ലാബ് നമ്മളങ്ങനെ അവിടെ വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് വേഗം പോയിട്ട് നമ്മുടെ സ്ലാബിൽ വെച്ചിട്ട് ഇതൊക്കെ ഇതിനുള്ളിൽ വെക്കാം. ഇൻവെന്ററി കുറച്ചൊന്നും ആദ്യം ക്ലീൻ ആക്കണം. കാരണം ഇത്രയും ഇൻവെന്ററി വെച്ചിട്ട് നമ്മൾ ഒന്നും കാട്ടാനായിട്ട് പോകുന്നില്ല. നമ്മുടെ കയ്യിൽ ബ്രെഡ് ഉണ്ട്. തൽക്കാലത്തിന് വിശപ്പ് മാറാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ ബ്രെഡ് എടുത്ത് കഴിക്കാം. ബ്രെഡ് കയ്യിൽ തന്നെ ഇരിക്കട്ടെ. പിന്നെ ഈ പംകിൻ പായ് ഉണ്ടല്ലോ, നമുക്ക് എടുക്കാം. അത് നിലത്ത് വെക്കാൻ പറ്റും എന്ന് തോന്നുന്നില്ല. ഞാൻ കരുതി പംകിൻ പായ് നിലത്ത് വെക്കാൻ പറ്റുന്നു, പക്ഷേ നിലത്ത് വെക്കാൻ പറ്റിയില്ല. നമുക്ക് കുഴപ്പമില്ല. നമുക്ക് ബാക്കിയുള്ള സാധനങ്ങളൊക്കെ ഇവിടെ സോർട്ട് ചെയ്യാം. നമ്മുടെ ഇൻവെന്ററി പറഞ്ഞാൽ ഭയങ്കര ക്ഷാമത്തിലാണ് നിൽക്കുന്നത്. പിന്നെ നമുക്ക് കിട്ടിയ ബെഡൊക്കെ അത്യാവശ്യം നല്ല അളവിൽ തന്നെ ബെഡും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട്. കഴിഞ്ഞ വട്ടം വില്ലേജ് റെയ്ഡ് ചെയ്യാൻ പോയപ്പോൾ തന്നെ അത്യാവശ്യത്തിന് നല്ല കണക്കിന് ബെഡും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട്. ഈ വില്ലേജ് ബ്രീഡർ ഉണ്ടാക്കുകയാണെങ്കിൽ തന്നെ ഷീപ്പുകളിൽ നിന്ന് പോയിട്ട് മുഴുവൻ ഷെയർ ചെയ്യേണ്ട ആവശ്യമില്ല. ഓക്കെ, അപ്പോൾ നമുക്ക് നമ്മുടെ വില്ലേജ് ബ്രീഡർ ഉണ്ടാക്കാനായിട്ട് തുടങ്ങാം. നമ്മുടെ കയ്യിൽ 2 ഹോ ഉണ്ട്, അത് മതി. ഒരു ബക്കറ്റ് വെള്ളം വേണം. അത് നമുക്ക് നമ്മുടെ ഇൻഫിനിറ്റ് വാട്ടർ സോഴ്സിൽ എടുക്കാം. ഇനി ഡയറക്റ്റ് നമുക്ക് ഈ മരം കണ്ടോ, ഞാൻ പറയാൻ മറന്നു, ഇതിപ്പോഴും വളരുന്നില്ല. അത് എന്തുകൊണ്ടാണെന്ന് എനിക്കറിയില്ല. എന്തായാലും നമുക്ക് ഞാൻ കുറെ നോക്കി, പക്ഷെ വളരില്ല. നമുക്ക് കുറച്ചുകൂടി ടൈം ഒന്ന് കൊടുക്കാം എന്നാണ് തോന്നുന്നത്. കാരണം ഇവിടെ ലീഫ് ഉള്ളതുകൊണ്ടായിരിക്കും ഇത് വളരാത്തത്. ഓക്കെ, അപ്പോൾ നമ്മുടെ വില്ലേജ് ബ്രീഡർ ഏകദേശം ഇവിടെ ആയിട്ട് സെറ്റ് ചെയ്യാം. ഇവിടെ കുറച്ച് സ്ഥലം ഉണ്ട്, ഇവിടെ സെറ്റ് ചെയ്യാം. ആദ്യം നമ്മൾ കുറച്ച് വെള്ളം അങ്ങനെ വയ്ക്കുന്നു. എന്നിട്ട് നമ്മൾ 8x8, അതായത് 4x4, 1 2 3 4 ഇത്ര കുടിക്കാം. അപ്പുറത്ത് 1 2 3 4 ഇത് വേണ്ട, ഈസിൻ്റെ ആവശ്യമില്ല, ചാടി പൊട്ടിക്കാം. യെസ്, ആൻഡ് ഇനി നമുക്ക് ഇവിടുന്ന് 4 ബ്ലോക്ക്, 1 2 3 4 ബ്ലോക്ക് പോയിട്ട് ഇവിടുന്ന് 4 ബ്ലോക്ക് പോകണം. 1 2 3 4. ഓക്കെ, ഫൈനലി നമ്മൾ 4x4 ബ്ലോക്ക് പോയിട്ടുണ്ട്. ഇത് സമയം ഒന്ന് കണക്ട് ചെയ്ത് കൊടുത്താൽ മതി. സ്പേസ് ഇങ്ങനെ ആയിരുന്നില്ല, സാറില്ല. എങ്ങനെയെന്ന് ഞാൻ കാണിച്ചു തരാം. ഇവിടെ ഇങ്ങനെ ടിൽറ്റ് ചെയ്ത് ഇവിടെ 1 2 3 4 വെച്ചിട്ട് ഇവിടുന്ന് ഇങ്ങോട്ട് കുറച്ച് കുഴിക്കാം. ഈ മതിൽ മാറ്റേണ്ടി വരും, കാരണം മതിൽ നമുക്ക് ആവശ്യമില്ല വീടുണ്ടാക്കുന്ന സമയത്ത്. ഓക്കെ, നമ്മളങ്ങനെ ഔട്ട്ലൈൻ വേഗം വരച്ചിട്ട് ഒരു ബ്ലോക്ക് ഇവിടെ വെച്ചിട്ട് നമുക്ക് ചെയ്യാം. ഫൈനലി നമ്മൾ ഔട്ട്ലൈൻ ഫുള്ള് വരച്ചിട്ടുണ്ട്. നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ ഫുള്ള് ഫില്ല് ചെയ്യണം. അത് വലിയ പണിയൊന്നുമില്ല, അതിൻ്റെ ഉള്ളിൽ ഫുള്ളാണ് കൊടുത്താൽ മതി. അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഫൈനലി നമുക്ക് ഫുള്ളൊരു ഔട്ട്പുട്ട് കിട്ടും.
അവിടെ നിന്ന് നമുക്ക് എന്താ ഹാർവെസ്റ്റ് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ പൊട്ടാറ്റോ ആണ്. തൽക്കാലത്ത് നമ്മുടെ പൊട്ടാറ്റോ ഒന്നും വളർന്നിട്ടില്ല, വളരാൻ വേണ്ടി കാത്തിക്കുക നമുക്ക്. അതുവരേക്കും നമുക്ക് ഇത് ഇവിടെ വെയിറ്റ് ചെയ്യേണ്ടി വരും. നമുക്കൊരു ഷവർ ഉണ്ടാക്കിയിട്ട് ഈസി കൊടുത്ത ഏരിയ ഫുള്ള് നിരപ്പാക്കണം. അവിടെ നിൽക്കുന്ന ഏരിയ ഫുള്ള് ഒരു മരത്തെ ഒരു ടൈപ്പ് ഏരിയയാണ് നമ്മൾ നിൽക്കുക. ആ ഫുള്ള് നിരപ്പാക്കി ഒരു ഷവർ എടുത്ത് നിരപ്പാക്കി എടുക്കണം. നമ്മുടെ 2 ഷവർ ഉണ്ട്, അത് മതി. പിന്നെ കുറച്ച് ബ്ലോക്ക് വേണം ഇതിന് ചുറ്റി വയ്ക്കാനായിട്ട്. എൻ്റെ ഇപ്പം ഏത് ബ്ലോക്ക് വയ്ക്കും? നമ്മള് ഓക്കെ, നമുക്ക് തൽക്കാലം കോബിൾ സ്റ്റോൺ തന്നെ അതിൻ്റെ ചുറ്റും വെക്കാം. ചുറ്റും വെച്ചാൽ മാത്രം പോരാ, കുറച്ച് സ്ലാബ് ആക്കി വിടും വേണം. കാരണം നമുക്ക് സ്ലാബ് ഉണ്ടെങ്കിൽ അതിൻ്റെ മുകളിൽ വയ്ക്കാൻ പറ്റുള്ളൂ, അല്ലാതെ നേരെ വർക്കാവുള്ളൂ. ഓക്കെ, അപ്പോൾ ഓക്കെ, അപ്പം അത്ര മതി. ഞാൻ ഈ വില്ലേജർ വീടൊന്നും ഉണ്ടാക്കിയിട്ട് കാണിക്കില്ല. ഞാൻ വില്ലേജ് വീടൊന്ന് പെട്ടെന്ന് ഉണ്ടാക്കട്ടെ. ഇവിടുത്തെ ഏരിയ ഒക്കെ നിരപ്പാക്കി എടുക്കണം. അയൺ ഭയങ്കര ക്ഷാമത്തിലാണ് ഇപ്പോൾ പോണത്. ഇനി എന്തായാലും അയണിന് പകരം ഒരു അയൺ ഫാം ഉണ്ടാക്കിയിട്ട് ഡയമണ്ട് ആണ് നമ്മൾ പ്രത്യേകിച്ച് മെയിനായിട്ട് നോക്കുക എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം എനിക്ക് അയണിൻ്റെ ആവശ്യമൊന്നും അത്ര വരുന്നില്ല. വേഗം തന്നെ ഇവിടുത്തെ ഏരിയ ഫുള്ള് നിരപ്പാക്കാം. ഓക്കെ ഗൈസ്, ഈ സ്ഥലം കണ്ടോ? നമ്മൾ ഈ സ്ഥലം ഫുള്ള് അങ്ങോട്ട് നിരപ്പാക്കിയിട്ട് അതിൻ്റെ ചുറ്റിനും ഫുള്ളും എന്താ നമ്മൾ അവിടുന്ന് നിരപ്പാക്കിയ ഡേട്ട് വെച്ചിട്ട് ഇവിടെയും കവർ ചെയ്തു. ഞാകപ്പാടെ നമുക്കൊരു പണി ചെയ്യുള്ളൂ, ഇതിൻ്റെ മണ്ടയിൽ കൂടെ ഈ കോബിൾ സ്റ്റോൺ റെയിൽ ഒട്ടിക്കുക. അതാകുമ്പോൾ തന്നെ ഒരു വില്ലേജർ എസ്കേപ്പ് ആവില്ല. ഒരു ബ്ലോക്ക് റെയിൽ ഒട്ടിച്ചാൽ മതി. ഒരു ബ്ലോക്ക് അല്ല, ആക്ച്വലി 2 ബ്ലോക്ക് വേണം. 2 ബ്ലോക്ക് ഇതിന് ചുറ്റും ഒന്ന് ഓടിക്കുക. ഓക്കെ, വേഗം തന്നെ 2 ബ്ലോക്ക് റെയിലും ചുറ്റും ഓട്ടിക്കുക. വില്ലേജർ ബ്രീഡർ ഞാൻ കുറേ ഉണ്ടാക്കില്ല, പിന്നെ കുറേ വട്ടം മൈൻക്രാഫ്റ്റ് കളിച്ചിട്ടുള്ളതാണ്. ഹാർഡ് കോർ മൈൻക്രാഫ്റ്റ് ആദ്യമായിട്ടാണ് വില്ലേജർ ബ്രീഡറൊക്കെ ഉണ്ടാക്കുന്നത്. വില്ലേജർ ബ്രീഡർ എന്നല്ല, ഈ കാണുന്നതൊക്കെ ഹാർഡ് കോർ മൈൻക്രാഫ്റ്റിൽ ആദ്യമായിട്ടാണ് ഞാൻ ഉണ്ടാക്കുന്നത്. ഇനി ഫുള്ള് കവർ ചെയ്യണം. എന്നിട്ട് കവർ ചെയ്തതിൻ്റെ ഇതെന്ത് മിസ്ക്ലിക്ക് ആവുകയാണ് ഇത്. കവർ ചെയ്തതിൻ്റെ മണ്ടയിൽ കൂടെ കുറച്ച് ഇത് ആഡ് ചെയ്യണം. അപ്പോൾ നമ്മുടെ സ്ലാബ് കോബിൾ സ്റ്റോൺ സ്ലാബ് ആഡ് ചെയ്യണം, എന്നാലേ അവർ എസ്കേപ്പ് ആവാതിരിക്കുള്ളൂ. അല്ല, കോബിൾ സ്റ്റോൺ സ്ലാബ് ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല, കാരണം പക്ഷെ ആവശ്യമില്ലായിരുന്നു, പക്ഷെ ആവശ്യമുണ്ട്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇതുണ്ടല്ലോ, നമ്മുടെ ഈ സോംബീസ് ഇടിമിന്നലൊക്കെ വിട്ടാൻ സാധ്യതയുണ്ട്, അല്ലെങ്കിൽ സോംബീസൊക്കെ വരും. സോംബീസ് അതിൻ്റെ മണ്ടയ്ക്ക് സ്പോണാവും നമ്മൾ ചുറ്റും ലൈറ്റ് വെച്ചാലും. അങ്ങനെ അതിൻ്റെ മുകളിൽ സ്പോണാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് സ്ലാബ് നമ്മൾ അവിടെ വെക്കണത്. സ്ലാബ് വെക്കണമെന്ന് നിർബന്ധമുണ്ട് നല്ല നിർബന്ധമൊന്നും ഇല്ല. നമുക്ക് സ്ലാബിന് പകരം ടോർച്ച് വെച്ചാൽ മതിയായിരുന്നു, പക്ഷെ ഒരു ഭംഗിക്ക് വേണ്ടി സ്ലാബ് വെക്കണമെന്നേ ഉള്ളൂ. പിന്നെ ഉറങ്ങിയിട്ട് പോവാം. ഉറങ്ങിയില്ലെങ്കിൽ വില്ലേജർമാർക്ക് പണിയാണ്. അവരാണെങ്കിൽ ഒരു ഓപ്പൺ സ്പേസിലാണ് നിൽക്കുന്നത്. സോംബീസൊക്കെ അടിച്ചു പോയി അവരിനെ. ഓക്കെ, ഇനി നമ്മൾ ഇതൊക്കെ നട്ടേക്കുന്നു, വേഗം പോകുന്നു, കടന്നുറങ്ങുന്നു. അടുത്ത ദിവസം വില്ലേജർ ബ്രീഡ് ഉണ്ടാക്കുന്നു. അത്ര എനിക്ക് വേറൊന്നും അറിയേണ്ട ആവശ്യമില്ല. ഓക്കെ, ഡേ 14 ആയിട്ടുണ്ട്. ഡേ പ്ലേഡ് 14 ആയിട്ടുണ്ട്. ഇനി നമ്മുടെ വില്ലേജർ ബ്രീഡർ ഇവിടുന്ന് കാണുമ്പോൾ എത്ര വലുതാണ് അല്ലേ. ഇനി ഇതിൻ്റെ മണ്ടയിൽ കൂടെ നമുക്ക് ഒരു വില്ലേജർ ട്രെയിൽ ഓട്ടിക്കേണ്ട ആവശ്യമുണ്ട്. നമ്മുടെ അങ്ങോട്ട് ഫേസ് ചെയ്യുന്ന രീതിക്കാണ് ഞാൻ ഉണ്ടാക്കുന്നത്. അതിന് അവിടെ അത്ര വണ്ടിയില്ല. എത്ര ഇട്ടു? 1 2 3. ഇവിടുന്ന് 1 2 3 ഇട്ടിട്ട് 3 ബ്ലോക്ക് ഗ്യാപ്പുണ്ട്, ഒരു ബ്ലോക്ക് ഗ്യാപ്പ്. ഓക്കെ, ഒരു സെൻറ്റർ നടുവിലായിട്ടൊരു ബ്ലോക്ക് ഗ്യാപ്പ് വേണം. നമ്മുടെ ആക്സും ഇല്ല, ഇനി പുതിയൊരു ആക്സ് വീട്ടിലുണ്ടാക്കണം വേഗം. ഫോണാണെങ്കിൽ പൊട്ടാനായി. അതിൻ്റെ ചുറ്റും ആദ്യം ഒന്ന് പോയിട്ട് ഓട്ടിപ്പിക്കേണ്ടത്. ഓക്കെ ഗൈസ്, നമ്മളങ്ങനെ ഫുള്ളും നമ്മളിത് വെച്ചിട്ട് ഒരു കവർ ചെയ്തിട്ടുണ്ട്. ഇനി പ്രത്യേകിച്ച് പണിയൊന്നുമില്ല, ഇത്ര പണി തന്നെ നമുക്ക് ഉള്ളൂ. നിലവിൽ നമുക്ക് ഇത്ര ആവശ്യം തന്നെ ഉള്ളൂ. ഇനി അത് ചെയ്യാനുള്ള വെച്ച് കഴിഞ്ഞാൽ അവിടെ നമുക്ക് ഉണ്ടാക്കിയ തന്നെ ഒരു ഇതുണ്ടാകാം. നമുക്കൊരു കാര്യം ചെയ്യും, ഈ സൈഡൊക്കെ കുറച്ചുകൂടി ഭംഗിയാകാൻ വേണ്ടിയിട്ടേ കോർണർ ബ്ലോക്ക് എടുത്ത് വെച്ചിട്ട് സ്മൂത്ത് വയ്ക്കാം. അത് കുറച്ചുകൂടി ഭംഗിയുണ്ട് കാണുമ്പോൾ.
ഓക്കെ, ഫുള്ള് സൈഡിലും ഈ വുഡ് എന്താ വെച്ച് കഴിഞ്ഞാൽ കാണാൻ കുറച്ചുകൂടി ഭംഗി ഉണ്ടാവും. അല്ലെങ്കിൽ ഫുള്ള് കോബിൾ സ്റ്റോൺ ആയിട്ട് ഒരു പ്ലെയിൻ ആയിട്ട് നിൽക്കുമ്പോൾ അതിപ്പോൾ എന്താണ്ടായി എന്തോ മാതിരി തോന്നും. അപ്പോൾ അതുകൊണ്ട് സൈഡിലൊക്കെ നമുക്ക് ഇങ്ങനെ ഫുള്ള് ഈ ഇത് വെച്ച് നമുക്ക് കവർ ചെയ്യാം. ഇപ്പോൾ കുറച്ചുകൂടി ഭംഗിയുണ്ട് കാണാൻ വേണ്ടിയിട്ട്. ഇനി നമുക്ക് സെൻട്രലായിട്ട് ഒരു പില്ലർ ഉണ്ടാക്കണം. 2 ബ്ലോക്കിൻ്റെ ഒരു ബ്ലോക്ക് വിട്ടിട്ട് വീണ്ടും ഉണ്ടാക്കണം. പിന്നെ നമുക്ക് ഇവിടുന്ന് 2 ബ്ലോക്ക് വീണ്ടും ഹൈറ്റിക്ക് ഒന്ന് കൊണ്ടുവരണം. ഓക്കെ, ഞാൻ എന്താ കാട്ടുന്നത് നിങ്ങൾക്ക് മനസ്സിലാവും. ഇവിടെ സ്ലാബ് വെച്ച് മൂടണം. ഇവിടെ ഫുള്ള് സ്ലാബ് വെച്ച് കഴിഞ്ഞിട്ടില്ല. ഫുള്ള് സ്ലാബ് വെച്ച് ഇപ്പോൾ കഴിഞ്ഞു. ആൻഡ് അപ്പുറത്തെ ഏതോ സ്ലാബ് വേഗം പോയിട്ട് ഒരു ആക്സ് ഉണ്ടാക്കണം ആദ്യം. ഭയങ്കര മെനക്കേടാണ് കൈ കൊണ്ട് പൊട്ടിക്കാന്ന് പറഞ്ഞാൽ. യെസ്, നമുക്ക് നമ്മുടെ ഈ ഷീപ്പിനെ നമുക്ക് ബ്രീഡ് ചെയ്യാം. കാരണം നമ്മുടെ 2 വീറ്റ് ഇട്ടിരുന്നു. ഷീപ്പിനാണോ കവിനാണോ എന്നറിയില്ല. തൽക്കാലം ഷീപ്പിന് മതി. ഷീപ്പിന് മതി. ഓക്കെ, ഇവിടുന്ന് നമുക്ക് ഇങ്ങനത്തെ ഒരു സംഭവം ഉണ്ടാക്കണം. ഓക്കെ, ഇങ്ങനത്തെ ഒരു സംഭവം ഉണ്ടാക്കുക. അപ്പോഴാണ് ഈ സിനിമ കാര്യം മനസ്സിലായത്. ഇവിടെ എല്ലാം വെക്കേണ്ടായിരുന്നു, ഇവിടെയാണ് വെക്കേണ്ടായിരുന്നു. പക്ഷേ അവിടെ എത്തി കാണാൻ കുഴപ്പമൊന്നുമില്ല. ഇവിടെ ഈ വാള് വേണ്ട, നമുക്ക് കയറി പോണതല്ല മതി. വാള് വേണ്ട, വാള് വേണമെന്ന് ആവശ്യമില്ല. ഓക്കെ, ഇനി ഇവിടെ കുറച്ച് സ്റ്റെപ്പ് ഒക്കെ ഈസി ആയിട്ട് കയറി പോകാനായിട്ട്. ഇനി ഇവിടെ ഒരു സ്ലാബ് വെച്ചാൽ മതി. ഒക്കെ സെറ്റ് ആയിട്ടുണ്ട്. നമ്മുടെ വില്ലേജ് ബ്രീഡർ അങ്ങനെ ഫൈനലി കംപ്ലീറ്റ് ആയിട്ടുണ്ട് എന്നല്ല, ആ മണ്ട വില്ലേജർമാരിന് കുറച്ച് ബെഡ് വെക്കണം, അല്ലെങ്കിൽ അത് വർക്കാവില്ല. നമ്മൾ ബെഡ് എടുക്കുക. ബെഡ് ഇഷ്ടംമാതിരി ബെഡ് ഇട്ടിട്ട് ഇഷ്ടംമാതിരി ഉണ്ട്. അത് 3 ബെഡേ വേണ്ടുള്ളൂ ആകെപ്പാടെ. 3 ബെഡല്ല, ഇപ്പൊ നമുക്ക് 3 ബെഡ് ആവശ്യമുണ്ട്. ഇത് അവിടെ കൊണ്ട് നേരെ വെക്കണം. ഓക്കെ, ഇവിടെ 1 2 3 അങ്ങനല്ല, സോറി, 1 2 പിന്നെ അത് ഇവിടെ വെക്കാം. ഒരു ബെഡ് കൂടി വേണമെങ്കിൽ വെക്കാം. തൽക്കാലത്തിൽ 3 മതി. 3 വെച്ചിട്ട് ബ്രീഡ് ചെയ്യാം. അല്ലെങ്കിൽ 1 കൂടി വെക്കാം കേസ്. കാരണം 3 ഒരു കുട്ടി അറിയാണ്ട് നമ്മൾ കുറേ നേരം AFK നിന്ന് കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരു കുട്ടി കൂടി ഉണ്ടാവേണ്ട ഗ്യാപ്പ് ഉണ്ടായില്ലെങ്കിലും നമ്മുടെ കയ്യിൽ തന്നെ ഉണ്ടായിരുന്നു. വെറുതെ വീട് വരെ പോകേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല. ഹങ്ക എന്താ കുറയാത്ത, ഞാൻ എപ്പം ബ്രെഡ് കഴിച്ചിട്ടില്ല. ഓക്കെ, ഇത് ഇവിടെ വയ്ക്കാം. ഇത് വേണ്ട, ഇത് വയ്ക്കാം. നമ്മുടെ ഒരു 3 പർപ്പിൾ ഉണ്ടല്ലോ. ഓക്കെ, ഇതേനെ പോയിട്ട് എക്സ്പീരിയൻസ് കിടക്കും. ഒരു കുട്ടി ഉണ്ടാവേണ്ടാണ്, ഗ്രേ ആണ് ഉണ്ടായത്. നോ പ്രോബ്ലം കേസ്. നമുക്കിനി ഏറ്റവും വലിയ ടാസ്ക് അവിടെ ചെയ്യാൻ തുടങ്ങാം. വില്ലേജേഴ്സിനെ കൊണ്ടുവരിക. അതിൻ്റെ മുമ്പ് ഇടയ്ക്ക് ഒരു ടോർച്ച് വെക്കണം. ടോർച്ച് വെച്ചില്ലെങ്കിൽ ഒന്നും വർക്കാവില്ല. ആദ്യം തന്നെ പോയിട്ട് ടോർച്ച് കൊണ്ടുവരണം. അത് അതിൻ്റെ മണ്ടയിൽ വെക്കണം. നമ്മുടെ ടോർച്ച് നിൽക്ക്, ടോർച്ച് ഉണ്ടാവേണ്ടതാണ്. ടോർച്ച് ഇല്ല, പോയി സാറില്ല, നമുക്ക് ഒരെണ്ണം ഉണ്ടാക്കാം. എൻ്റെ അഭിപ്രായത്തിൽ ടോർച്ച് ഉണ്ടായിരുന്നു, ഇപ്പൊ എങ്ങോട്ടാ പോയി? എന്താ നമുക്ക് പുതിയത് ഉണ്ടാക്കാം കേസ്, കുഴപ്പമൊന്നുമില്ല. 4 ഉണ്ടാക്കിയിട്ടുണ്ട്. ഈ കാര്യം ഫസ്റ്റ് വീടുണ്ടാക്കിയപ്പോൾ വെച്ചതാണ്. ഈ വീടൊക്കെ നമ്മൾ പുതുക്കും കേസ്, ഉറപ്പാണ്. ഈ വീടൊക്കെ എന്തായാലും പുതുക്കും. ഈ വീട് നമുക്ക് ആവശ്യമില്ല. ഇനിയാണ് ഏറ്റവും വലിയ പണി, വില്ലേജേഴ്സിനെ കൊണ്ടുപോകണം. ഈ വില്ലേജേഴ്സിനെ അതുവരെ കൊണ്ടുപോകണം. ഈ ചില്ലറ പണിയൊന്നുമല്ല. ഞാൻ അന്ന് എത്രയോ ബ്ലോക്ക് ആകെയുള്ള വീട്ടിൽ നിന്ന് അല്ല വില്ലേജിൽ നിന്ന് ഇവരിനെ കൊണ്ടുവരാൻ വിട്ട പാട് അത് ഭയങ്കര വലുതായിരുന്നു. ഇനി ഇവരിനെ കൊണ്ടുവരുന്നുണ്ടെങ്കിൽ ഒരു പറഞ്ഞാൽ കേൾക്കില്ല. പറഞ്ഞാൽ കേൾക്കില്ല. ഞാൻ ഉദ്ദേശിച്ചത് നമ്മള് ഇവരിനെ വിളിച്ചോണ്ട് പോകുമ്പോ
അത് ലീഷ് തന്നെ പൊട്ടും. അറിഞ്ഞിട്ടുണ്ടാവില്ല, പക്ഷെ തന്നെ പൊട്ടിണ്ടാവും. അയ്യോ. ഓക്കെ, പിന്നെ ഇതിനെ പോവാം. ഓക്കെ, ചാടി ചാടി മണിക്ക് പോവാം. ഓക്കെ, അങ്ങനെ സീറ്റ് വരെ കൊണ്ടുപോയിട്ട് ഇനി സിമ്പിളാണ്. കമോൺ കമോൺ കമോൺ, രണ്ടുപേരും തന്നെ വരണം കേട്ടോ. യെസ്, ഫൈനലി നമ്മൾ അങ്ങനെ ഇതിൻ്റെ ഉള്ളിൽ ആക്കിണ്ട് ഈ സൈഡിനെ. ഇത്ര സിമ്പിളായിട്ട് നടക്കുന്നു വിചാരിച്ചില്ല. ഓക്കെ, നമുക്ക് ഇത് മുടനതിൻ്റെ മുമ്പ് ഇവരുടെ സൈഡിലാകെ ആദ്യം ഇത് പാത്താക്കാം. ഇവരുടെ സൈഡിലാ പാത്താക്കണ്ട. നോ 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 നോ, പാത്താക്കി കഴിഞ്ഞാൽ അവർക്ക് വില്ലേജർമാർക്ക് എസ്കേപ്പ് ആവാൻ പറ്റും. ഓക്കെ, നമുക്ക് ഇവരുടെ ബോട്ട് പൊട്ടിക്കണം. ഭയങ്കര റിസ്ക് ആണ്. അങ്ങനെ ഒരുത്തന്റെ ബോട്ട് പൊട്ടിച്ചിട്ടില്ല, ഒരുത്തന്റെ ബോട്ട് പൊട്ടിച്ചിട്ടുണ്ട്. അടുത്ത ബോട്ട് പൊട്ടിക്കാം. ഓക്കെ, അതും പൊട്ടിച്ചു. ഇവിടെ നിരപ്പാക്കി. യെസ്, ആൻഡ് 4 വില്ലേജേഴ്സ്. ഐ മീൻ 4 വില്ലേജറിന്റെ ആവശ്യമില്ല, 2 മതി. ഇത് ഗ്രീൻ കോട്ടോ, ഇത് ഗ്രീൻ കോട്ടായിരുന്നു ഗൈസ്. ഞാൻ എന്തോ ഓർമ്മയിലെടുക്കുന്നു. ഓക്കെ, നമുക്ക് ഇതിനെ കൊണ്ടുപോകാൻ പുറത്തേക്ക്. ഇതിന്റെ ആവശ്യമില്ല, 2 ആവശ്യമുള്ളായിരുന്നു. കിട്ടുക, എന്റെ ആവശ്യം ഇവിടെ ഇല്ല. ഇവരുടെ ആവശ്യമില്ലെങ്കിൽ നമ്മൾ പിന്നെ ഇവിടെ വെക്കും എന്നാണ് പണി. പിന്നെ എന്താ വരാത്തത്? നമുക്ക് ഇവിടെ സ്ലാബ് ഉണ്ടാവും വെക്കാം. ആൻഡ് ഫൈനലി നമ്മൾ നമ്മുടെ വില്ലേജ് ബിൽഡർ സെറ്റാക്കി എന്ന് പറയുന്നില്ല, ഇപ്പോഴും സെറ്റാക്കിയിട്ടില്ല. ഇനി നമുക്കൊരു കമ്പോസ്റ്റർ വേണം. പിന്നെ ഇവിടെ വില്ലേജർമാർ എസ്കേപ്പ് ആവാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു ഫെൻസ് വേണം. അത്രയും സംഭവങ്ങൾ മതി, ബാക്കിയൊക്കെ പിന്നെ നമ്മൾ നോക്കിക്കോളാം. ഓക്കെ ഗൈസ്, നമ്മൾ കമ്പോസ്റ്റർ ഉണ്ടാക്കിയിട്ടുണ്ട്. നമ്മുടെ ബണ്ടിൽ കമ്പോസ്റ്റർ ഉണ്ടായിരുന്നത് കാണാനുണ്ടായിരുന്നില്ല. ഓക്കെ, ആർക്കാ ജോലിയെടുക്കാം. എന്താ വെച്ചാൽ നമുക്ക് വേഗം കടന്നു തുടങ്ങാം. രാവിലെ ആയിട്ട് ചിന്തിക്കാം, അല്ലെങ്കിൽ വിമാനൊക്കെ ഇപ്പൊ കൊല്ലും സോംബീസ് എന്നിട്ട്. ഇങ്ങനെ പുറത്തു വരാനുള്ളതല്ലോ. എന്തെങ്കിലും തെറ്റിക്കാൻ വഴിയില്ല. തൽക്കത്തൊരു കാര്യം ചെയ്യാം, ഒരു ബ്ലോക്ക് മാറ്റി 2 ബ്ലോക്ക് മാറ്റി നമുക്ക് നമ്മുടെ ഒരു വെള്ളം പൊട്ടിക്കാം. അടുത്ത് കൊണ്ടുവരാം. നമുക്ക് താമസിച്ചാക്കിട്ട് ബോട്ട് പൊട്ടിക്കാം. പൊട്ടത്ത്. ഓക്കെ, ബോട്ട് പൊട്ടി എന്നരപ്പാക്കി. ഇവന് ഇതിന്റെ ഉള്ളിൽ കൂടെ പോകാൻ പറ്റില്ല ആയിരിക്കും. പോകാൻ പറ്റുന്നുണ്ട്. ഓ ഷിറ്റ്, അങ്ങനെയാണെങ്കിൽ കാര്യങ്ങൾ കുറച്ചുകൂടി കോംപ്ലിക്കേറ്റഡ് ആവും. ഓക്കെ, ഫൈനലി നമ്മുടെ ഇൻഡോർ വർക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. സ്ലാബ് വെച്ച് അവര് എന്താ പുറത്തേക്കില്ല, കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇപ്പൊ തൽക്കാലത്തിന് ഇപ്പൊ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് കുഞ്ഞു പോവാൻ നമുക്ക് കുഞ്ഞു പോവാം, അവർക്ക് പറ്റില്ല. പക്ഷെ ഒരുത്തം നമുക്ക് പുറത്തേക്ക് കൊണ്ടുവരണം. 2 പേരുടെ ആവശ്യമില്ല ഇവിടെ. നമുക്ക് ഇവിടെ വെച്ചിട്ട് ഇവരെ കൊണ്ടുപോകാം പുറത്തേക്ക്. ഇവൻ കയറുന്നല്ലോ, കയറിയിട്ടുണ്ട്. നമുക്കൊന്ന് നൈറ്റിനൊന്ന് കുഞ്ഞെടുത്ത് പുറത്തേക്ക് പോവാം. വീടെടുത്തിട്ട് ഇവനെ വലിച്ചിട്ട്
പുറത്തേക്ക് കൊണ്ടുവരാം. ഓക്കെ, IQ പ്ലേ ആണ് ഗൈസ്. മീൻ എല്ലാവർക്കും ഈ ബുദ്ധിക്ക് അറിയും, പക്ഷെ ഞാൻ പുതിയതായിട്ട് കണ്ടുപിടിച്ചെന്ന് ഞാൻ പറയുന്നു. ഇവൻ വരുന്നില്ല. ഇവനെന്താ ഇതിന്റെ ഉള്ളിൽ കയറിക്കണേ? ഇവനെന്താ ഇവിടെ കാര്യം? ഭയങ്കര കഷ്ടം കിട്ടോ ഗൈസ്. ഇവർക്ക് എന്താ ഇവിടെ കാര്യം? എനിക്ക് ടഫ് ഡിസിഷൻ എടുക്കേണ്ടി വരും. എടുക്കാം. ഒരു വില്ലേജർ പോകണമെങ്കിൽ പോട്ടെ, പിന്നെയും കിട്ടും. ഓനോ അല്ലാതെ ഇവര് പറഞ്ഞനുസരിക്കില്ല, എന്ത് കേട്ടാനാ. ഓക്കെ, ഇനി നമുക്ക് വേഗം പോയിട്ട് ഒരു ഹോ ഉണ്ടാക്കാം. ഹോ ഉണ്ടാക്കിയിട്ട് അവിടെ ഒരു സാധനം പൊട്ടിയിട്ടുണ്ട്, അവിടെ പോയിട്ട് തിരിച്ച് ചെയ്യാം. ഒരു ഹോ വേഗം വേണം. ഞാൻ ഹോ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇനി വേഗം പോയിട്ട് ആ ഭാഗത്ത് പൂച്ചൊക്കെ വരാൻ തുടങ്ങി. ഇവിടെ എന്താ ബേസിക്കലി ഒരു വില്ലേജിന്റെ കണക്കിലാണ് ഇവര് കാണുന്നത്. 2 വില്ലേജറും ഒരു ബെഡ് ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഒരു വില്ലേജറും ബെഡ് ഉണ്ടെങ്കിൽ അവിടെ വില്ലേജാണ്, അവിടെ ക്യാറ്റ് പോണം. ഇനി നമ്മുടെ ടോർച്ച് എടുത്ത് ഇതിന്റെ 4 പുറം വെക്കാം. ഫൈനലി ഇതെടുത്തിട്ട് നമുക്ക് വേറെ സ്ഥലത്തേക്ക് ഗൈസ്. ഇതെടുത്തിട്ട് ഇവിടെ വെക്കാം. ഇനി നമുക്ക് നമ്മുടെ ഫെൻസ് കുറച്ചെടുത്തിട്ട് അവിടെ വെക്കാം. ബേബി അവരൊക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ ആ ഫെൻസ് വെച്ചിട്ട് നമ്മുടെ ഇതിനാണെന്ന് പറയട്ടെ, ഫെൻസ് വെച്ചിട്ട് പുള്ളിക്കാരൻ പിന്നെ കൊല്ലാം. എനിക്ക് പേടിയാണ് ഇതിനെ. ഫെൻസ് വെച്ചിട്ട് നമ്മുടെ ഡോറും കൂടി വെച്ച് കഴിഞ്ഞാൽ ഫുള്ള് കംപ്ലീറ്റ് ആവും. അതിന് പുറമേ നമുക്ക് കുറച്ച് ഒരു ആക്സ് ഉണ്ടാക്കണം, ഒരു സോഡ് ഉണ്ടാക്കണം ഗൈസ്. നമ്മുടെ ഇല്ലാത്ത സംഭവമായിരുന്നു. ഈ കുറേ ഫെൻസ് ഉണ്ടാക്കണം. ഫെൻസ് ഉണ്ടാക്കാൻ സിമ്പിൾ തന്നെയാണ്. ഉണ്ടാക്കുക, സ്റ്റിക്ക് എടുക്കുക, ഒരെണ്ണം. What the hell? 2 ഉണ്ടാക്കണം, 3 കുറച്ച് ഡോർ ഉണ്ടാക്കണം. ഇത് അവിടെ നേരെ കൊണ്ടുവയ്ക്കണം. ഓക്കെ, ആദ്യം നമ്മുടെ ഫെൻസ് ഇവിടെ വെക്കേണ്ട വെച്ചിട്ടാ ഒരു കൂടി ഇത് വൈഡാക്കാൻ പറ്റുമോ? തേട്ട് വെച്ചിട്ടാ തെറ്റാസി എന്ന് പറയുന്ന നാട്ടെ. തേട്ട് വെച്ചിട്ടല്ല നമുക്ക് ചെയ്യേണ്ടത്. ഇവിടെ 3 ബ്ലോക്ക് ഇങ്ങനെ വെക്കണം. ഇതിന്റെ മണ്ടേ കയറണം. അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആയിട്ട് 3 ബ്ലോക്ക് ഇവിടെ കയറണം. എന്നിട്ട് നമ്മുടെ കോബിൾ സ്റ്റോൺ എടുക്കണം. ഇവിടെ 3 വെക്കണം. ഇവിടെ 3 വെക്കണം. 3 വീതം വെച്ചിട്ട് നമ്മുടെ സ്ലാബ് ഇവിടെ ഇങ്ങനെ വെച്ചുകൊടുത്താൽ മതി. ഇവിടെ സ്റ്റോൺ സ്ലാബ് വെക്കാം. മറ്റേ സ്ലാബ് തീർന്നു പോയി. അല്ലാണ്ട് ഇല്ലാത്തോണ്ടല്ല, തീർന്നു പോയതുകൊണ്ടാണ്. ഇനി നമുക്ക് ഇവിടെ ഫെൻസ് വെക്കണം. ഫെൻസ് ഇവിടെ വെച്ചാൽ സോംബീസ് ഒക്കെ വരും. ഓക്കെ, ഇവിടെ ഫെൻസ് നമ്മൾ വെച്ചിട്ടുണ്ട്. ഇനി നമ്മള് എന്റെ തല എന്തോ മാതിരിയാവുന്നു, പിരികുണ്ട് എന്തോ മാതിരി. കുറെ നേരം കളിക്കാൻ തുടങ്ങിയിട്ട്. ഇവിടെ നമ്മുടെ ഇത് വെക്കണം, നമ്മുടെ കോബിൾ സ്റ്റോൺ വെച്ചിട്ട് അതേ പരിപാടിനെ എവിടെയും ചെയ്ത് വെക്കണം. എന്നിട്ട് നമ്മുടെ 3 ഡോർ വെച്ച് അവിടെ കൊണ്ടുവയ്ക്കാം. അത്രേ ഉള്ളൂ. നമ്മുടെ വില്ലേജ് ബിൽഡർ കംപ്ലീറ്റ് ആയിട്ടുണ്ടെന്ന് നമുക്ക് പറയാം. അല്ല ഗൈസ്, ഒരു കാര്യം മറന്നു, പൊട്ടാറ്റോ വയ്ക്കാൻ മറന്നു. പക്ഷേ ഇനി പൊട്ടാറ്റോ വയ്ക്കാൻ പറ്റില്ല. ശരിയാണ് ഗൈസ്, ഇനി പൊട്ടാറ്റോ വെക്കാനുള്ള നേരില്ല. പക്ഷേ ഇനി എന്താ കാട്ടുക?
കുഴപ്പമില്ല എന്നാണ് തോന്നുന്നത്. കാരണം പൊട്ടാറ്റോ വെച്ചില്ലെങ്കിൽ കുറച്ച് പണിയാണ്. ആദ്യം കേസ് നമുക്ക് കുറച്ച് സ്ലാബ് ഉണ്ടാക്കാം. എന്നിട്ട് അത് അവിടെ കൊണ്ടുപോയി തൂക്കി വെക്കാം. അവിടെ ഇങ്ങനെ കണ്ടിട്ട് എന്തോ കാര്യം തോന്നുന്നുണ്ട്. കുറച്ച് സ്ലാബ് ഉണ്ടെങ്കിൽ ആ തോന്നലുണ്ട് മാറിക്കോളും. ഇത് പൊട്ടിക്കണം. 1 2 3 4 5 അവിടൊക്കെ ഇത് വെക്കണം. 1 2 3 4 What the hell? അത് അവിടെ കുടുങ്ങി. ഇവിടെ ഒരെണ്ണൂടി വെച്ചാൽ മതി. ആൻഡ് നമ്മുടെ വില്ലേജർ ബ്രീഡർ ഇവിടെ ഫുൾ കംപ്ലീറ്റ് സെറ്റ് ആയിട്ടുണ്ട്. എന്തായാലും ഇന്നത്തെ എപ്പിസോഡിൽ പൊട്ടാറ്റോ വയ്ക്കാൻ പറ്റില്ല. അപ്പോൾ നമുക്ക് അടുത്ത എപ്പിസോഡിൽ വെക്കാം. ഇനി കിട്ടണ വില്ലേജർ, ഇനിയാണ് മെയിൻ പാർട്ട്. കിട്ടണ വില്ലേജർക്ക് താമസിക്കാൻ വേണ്ടിയിട്ട് ഒരു സ്ഥലം വേണം. ബ്രീഡർ ഉണ്ടാക്കി ഓക്കെ, ബ്രീഡർ ഉണ്ടാക്കി കിട്ടണ വില്ലേജറിനെ ഒരു ഭാഗത്ത് താമസിക്കാൻ വേണ്ടിയിട്ട് ഒരു വീടുണ്ടാക്കാം. നമ്മുടെ കയ്യിൽ 37 ഇതില്ലേ ഓക്ക് ഇതുണ്ട്. അപ്പോൾ അത് വെച്ചിട്ട് നമുക്ക് ഉണ്ടാക്കാം. നമ്മുടെ ക്രാഫ്റ്റിംഗ് ടേബിൾ എടുക്കാം. ഇത് വെച്ചിട്ട് നമുക്ക് വില്ലേജർക്ക് താമസിക്കാനുള്ള ഒരു വീട് ഉണ്ടാക്കാം. ഇന്ന് ഡയമണ്ട് ഇതൊക്കെ ഉണ്ടാക്കണം വെച്ചാൽ ടൈം ഭയങ്കര കുറവായി പോയി. അല്ലെങ്കിൽ ഞാൻ വെക്കായിരുന്നു, ഉറപ്പാണ് വെക്കായിരുന്നു. ടൈം കുറവായി പോയതുകൊണ്ടാണ് തൽക്കാലത്തിൽ ഇങ്ങനത്തെ ഒരു അവസ്ഥ. ദാറ്റ്സ് നോട്ട് എ പ്രോബ്ലം കേസ്. നമുക്കിനി ഇതിൻ്റെ കൊണ്ടേക്ക് വില്ലേജർമാർ കിട്ടണ വില്ലേജർമാരിനെ വെക്കാൻ പറ്റിയൊരു വീടുണ്ടാക്കാം. അതുണ്ടാക്കാൻ ഭയങ്കര സിമ്പിളുമാണ്, എല്ലാവർക്കും അറിയണം. പിന്നെ ജസ്റ്റ് 2 ബ്ലോക്ക് ഇവിടെ വയ്ക്കുന്നു, ഇനി 3 ബ്ലോക്ക് ഇവിടെ വയ്ക്കുന്നു, കുറച്ച് വിട്ടിട്ട് 3 ബ്ലോക്ക് ഇവിടെയും വെക്കുന്നു, ഇവിടെ 3 ബ്ലോക്ക് വയ്ക്കും, മുമ്പില് 3 ബ്ലോക്ക് വയ്ക്കും, ഇവിടെ 3 ബ്ലോക്ക് വയ്ക്കും. ഫോൾ ഡാമേജ് എടുത്തില്ല, നമ്മളവിടെ ഒരു ബ്ലോക്ക് വെച്ചിട്ടുണ്ട്. ഭയങ്കര ലാഗ് തുടങ്ങി. ഓക്കെ, നമ്മൾ ഇനി പണി തുടങ്ങണം. പക്ഷെ അപ്പോഴേക്ക് രാത്രി, ഞാൻ ഇടയ്ക്കൊന്ന് കട്ട് ചെയ്യണ്ടായിരുന്നു. സോ ഇനി രാത്രി ഇട്ട് കിടന്നുറങ്ങാൻ നിൽക്കണം. രാത്രി ആയി തോന്നുന്നു. യെസ്, കിടന്നുറങ്ങാം. ഓക്കെ, നമ്മളങ്ങനെ എണീച്ചിട്ടുണ്ട്. ഇനി നമ്മുടെ സ്ലാബ് ഉണ്ടല്ലോ, നമുക്ക് അടിയിൽ ഇങ്ങനെ നിരത്തേക്കാം. അതുപോലെ തന്നെ നമുക്ക് സിമ്പിളായിട്ട് ഒരു ബ്ലോക്ക് വെറുതെ ഇങ്ങനെ ഇങ്ങനെ ജമ്പ് ചെയ്യണേക്കാളും സുഖമായിട്ട് കണ്ടില്ലേ ഇങ്ങനെ പോവാം. സിമ്പിൾ പരിപാടി, എല്ലാവരുടെയും പരിപാടി. ഇനി ഇവിടെ ഒരു ക്രാഫ്റ്റിംഗ് ടേബിൾ വെച്ചിട്ട് നമുക്ക് ഫുള്ള് പ്ലാങ്ക് ആക്കാം. പ്ലാങ്ക് ആക്കി ഇതിൻ്റെ ചുറ്റും വെക്കണം. ഓക്കെ, ആകുമ്പോൾ നമ്മുടെ ഓക്ക് ഫുള്ള് നമ്മുടെ പ്ലാങ്ക് ആക്കി എടുത്തിട്ടുണ്ട്. നമ്മൾ ഇനി ഇതിൻ്റെ ചുറ്റും ഇത് ഫുള്ളും വെക്കണം. നമ്മൾ കുറച്ച് ജനാലും കാര്യങ്ങളൊക്കെ വെക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട്. അപ്പോൾ അതിനുള്ള ഗ്യാപ്പ് കൂട്ടിയിട്ട് വേണം നമുക്കിത് വെക്കാനായിട്ട്. നമ്മുടെ ആക്സ് നമ്മുടെ മുമ്പിൽ തന്നെ വെക്കാം. ഇടയ്ക്കിടയ്ക്ക് എന്തെങ്കിലും വുഡ് ബ്ലോക്കൊക്കെ പൊട്ടിക്കണമെങ്കിൽ കൈ കൊണ്ട് പൊട്ടിക്കൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഓക്കെ, ഇന്നത്തെ വീഡിയോ ഭയങ്കര ലോങ് ആവും ഗൈസ്. അടുത്ത വീഡിയോ കുറച്ച് കഴിഞ്ഞിട്ടൊക്കെ വരുള്ളൂ. അതുകൊണ്ടാണ്, കാരണം അടുത്ത വീഡിയോ കുറച്ച് കാലം കഴിഞ്ഞിട്ടൊക്കെ വരുന്നുണ്ടാവുള്ളൂ. അതുകൊണ്ടാണ് ഈ വീഡിയോ ഇത്ര ലോങ് ആക്കാനുള്ള കാരണം. ഓക്കെ, ഇവിടെ ഇങ്ങനെയും വെച്ചിട്ട് ഇവിടെ ഇങ്ങനെ ഫുള്ള് ചുറ്റിപ്പിച്ച ഇവിടുത്തെ ഇത് കംപ്ലീറ്റ് ആയി. അടുത്ത ഭാഗം ഇവിടെ നമുക്ക് സെയിം പരിപാടി ചെയ്യണം എന്നാണ് തോന്നുന്നത്. മുകളിലൊരു ലെയർ വെക്കാം, അടിക്ക് ഒരു ലെയർ വെക്കാം. ഇത്ര ലെയർ മതി. ഓക്കെ, മുകളിലും അടിയിലും ഒരു ലെയർ. ഫസ്റ്റ് ആയിട്ടാണ് ഈ ഹാക്സ് കൊണ്ട് ഒരെണ്ണം പൊട്ടിക്കുന്നത്. ഇവിടെ 2 ബ്ലോക്ക് വെച്ചിട്ട് ഇവിടെ ഫുള്ള് വേണ്ട, ഇത്ര വലിയ ജനാല വേണ്ട, ഇത്ര ചെറിയ ജനാല വെക്കാം. എൻ്റെ എൻട്രൻസിൻ്റെ ഭാഗമായിട്ട് ഓക്ക് പ്ലാങ്ക് വെച്ചിട്ട് ഇങ്ങനത്തെ നമ്മുടെ ഒക്കെ വെച്ച അതേ ടൈപ്പിൽ എവിടെയും വെക്കും. പക്ഷെ ഇവിടെ വാതിൽ വെക്കണം. വാതിലല്ലേ നമ്മൾ വെക്കുന്നത്.
വാതിൽ വെച്ച് കഴിഞ്ഞാൽ അവർക്ക് എസ്കേപ്പ് ആവാൻ പറ്റുമെന്നാണ് തോന്നുന്നത്. അതുകൊണ്ട് തന്നെ നമുക്കത് അതിന് പകരം വേറെ എന്തെങ്കിലും നോക്കാം. ഫെൻസ് വെച്ചാൽ മതി. അപ്പോൾ ഈ ഫെൻസ് വയ്ക്കാൻ നോക്കാം. ഇത് സിമെട്രിക്കലാണ്. 1 2 3 1 2 3 4 ഒരെണ്ണുള്ളിൽ വേണം. ആൻഡ് അത്രയും റെഡി. ഇവിടെ നിന്ന് നമ്മൾ റീപ്ലേസ് ചെയ്യാൻ നിൽക്കില്ല. വെറുതെ വേസ്റ്റാണ് സംഭവങ്ങൾ ഇവിടെ റീപ്ലേസ് ചെയ്യാൻ നിന്നാൽ. ഇവിടുത്തെ ഇതൊക്കെ നമുക്ക് വെട്ടിയെടുത്തിട്ട് അവിടെ നമുക്ക് ഡേർട്ട് വയ്ക്കാം. ഡേർട്ട് നമ്മുടെ കയ്യിൽ കുറച്ചല്ല, കുറച്ചുണ്ട് അല്ലേ. ഓക്കെ, 3 എണ്ണം അങ്ങനെ വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് റൂഫിന് വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് ഇതുണ്ടാക്കണം. നമ്മളിപ്പോൾ ഉദ്ദേശിക്കുന്നത് നമ്മുടെ കണ്ടില്ല ഇങ്ങനത്തെ സ്ക്രൂസിൻ്റെ ഇതാണ്. വീടിൻ്റെ തീമിൽ വില്ലേജർമാരും പാവങ്ങളല്ല, അവർക്കും വീടുണ്ടായിക്കോട്ടെ. നമ്മുടെ തന്നെ വില്ലേജർമാർക്കും വീടുണ്ടായിരുന്നെങ്കിൽ കുഴപ്പമൊന്നുമില്ല. കുറച്ചും കൂടി സ്ലാബ് ഉണ്ടാക്കിയിട്ട് ഫുള്ള് സ്ലാബ് ആക്കി. സ്ലാബ് ഇനി ആവശ്യം വരും. ഇതിനൊന്നും മാത്രമല്ല ഇനി ആവശ്യം വരും. ഇതതിനുള്ളിൽ പോയിട്ട് ഫുള്ള് നിരത്തി വയ്ക്കാൻ. പുറത്താദ്യം കുറച്ച് വയ്ക്കാൻ കേസ്, കാരണം പുറത്ത് ഉണ്ടാവും സംശയമാണ്. ഉള്ളിൽ പിന്നെ സ്റ്റോൺ ഇടയ്ക്ക് വെച്ച് സ്റ്റോൺ ഇട്ടാലും കുഴപ്പമൊന്നുമില്ലല്ലോ. ഫുള്ളാദ്യം വയ്ക്കാം. ഇതൊന്ന് ഫുള്ള് വെച്ചിട്ട് ഞാനതിൽ കാണിക്കാം. ഓക്കെ ഗൈസ്, നമ്മൾ പുറത്ത് ഫുള്ള് വെച്ചിട്ടുണ്ട്. ഉള്ളിൽ ഇപ്പോൾ എംപ്റ്റിയാണ്. ഉള്ളിൽ എന്തായാലും തികയില്ല. സാറിൽ നമുക്ക് ഇങ്ങനെ കോമ്പിനേഷൻ ആയിട്ട് ഓരോരോന്ന് വെക്കാം എന്നാണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും ഇത്ര സ്ലാബ് കൊണ്ട് എന്തായാലും ഒരിക്കലും തികയില്ല. നമുക്ക് ഇപ്പോൾ സ്ക്രൂസ് വെച്ചിട്ട് പിന്നെ നമുക്ക് ഓക്ക് വയ്ക്കാം, പിന്നെ നമ്മുടെ സ്റ്റോൺ വയ്ക്കാം. അപ്പോൾ തികയാനുള്ള സാധ്യത ഉണ്ട്. എന്തായാലും ഒരു പകുതിയും കൂടി സ്ക്രൂസ് തികയില്ല. ഞാൻ വിചാരിച്ചിട്ടില്ലായിരുന്നു. ഇവിടുന്ന് അങ്ങോട്ട് സ്റ്റോൺ വയ്ക്കാൻ നോക്കണം. ഞാൻ അത്രയ്ക്കും ദരിദ്രവാസി. ഹാർഡ് കോർ വേൾഡ് തുടങ്ങാൻ നമുക്ക് ഇപ്പോഴും ദരിദ്രവാസി തന്നെയാണ്. നമ്മുടെ ക്രാഫ്റ്റിൻ്റെ അവിടെ പോയി ഇവിടെ ഉണ്ട്. നോക്കാം, നമുക്ക് 18 ഇത് ഉണ്ടാക്കാൻ പറ്റും. പിന്നെ 18 ഇതും ഉണ്ടാക്കാൻ പറ്റും. ഇത് നോക്കണം. ഇതിൻ്റെ ഉള്ളിൽ ഇത് ഫിറ്റ് ആവും എന്നാണ് എനിക്ക് തോന്നുന്നത്. എൻ്റെ വിശ്വാസം ചതിക്കില്ല എന്ന് ഞാൻ വിചാരിക്കുന്നു. ഫിറ്റാവും എന്തായാലും ഫിറ്റാവുണ്ടാവും. അളവ് കണ്ടിട്ട് അത്രയൊന്നും ഇല്ലാണ്ട് തോന്നുന്നുണ്ട്. ഓക്കെ നമ്മുടെ ഇവിടെ ഫുള്ള് നമ്മൾ കവർ ചെയ്തിട്ടുണ്ട്. നമ്മുടെ ഇവിടെ ഫെൻസിന് വെക്കാനുള്ള വുഡൊന്നുമില്ല. അതുകൊണ്ട് നമുക്ക് ഇത് ഇവിടെ ഇങ്ങനെ വെക്കാം. ഓക്കെ, വില്ലേജസ് ഉണങ്ങാനുള്ള സ്ഥലമൊക്കെ റെഡിയാക്കിയിട്ടുണ്ട്. അപ്പോൾ ഈ ഇന്നത്തെ എപ്പിസോഡ് ഇത്രയുള്ളൂ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. നമുക്ക് ഇനി അടുത്ത എപ്പിസോഡ് കാണാം. ആയിട്ട് കാണാം. ടാറ്റ ബൈ ബൈ.